ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ബ്രൗൺസ് ബേ ബീച്ചിലേക്കാണ്. എനിക്ക് പോകാനുള്ള ബസ് ഇതാ വന്നു. ബസ്സിൽ കയറി കുറച്ച് ദൂരം കഴിഞ്ഞപ്പം ആ ബീച്ചിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ എനിക്ക് അവിടെ കാണാൻ പറ്റി. അങ്ങനെ ഞാൻ ഫൈനലി ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇതാണ് അവിടുത്തെ ഒരു സ്ട്രീറ്റ് വ്യൂ. നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഒട്ടും തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പതുക്കെ ഞാൻ ഈ വോക്ക് വേ കൂടെ നടന്ന് ബീച്ചിൻ്റെ സൈഡിലെത്തി. ഇതാണ് ബ്രൗൺസ് ബേ ബീച്ച്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഷോറിലാണ് കേട്ടോ. 1876 ബ്രൗൺ ഫാമിലി ഇവിടെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ബീച്ചിന് ബ്രൗൺസ് ബേ ബീച്ച് എന്ന് പേര് വന്നത്. ആ അറ്റത്ത് ഒരു ലോട്ടസ് ബേ ഉണ്ട്. അതൊരു വോക്ക് വേ. അങ്ങോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. ഇവിടെയും വലിയ ക്രൗഡോ ഒരു ബഹളങ്ങളോ ഒന്നും തന്നെയില്ല. 1-2 ആൾക്കാരൊക്കെ കടലിൽ കളിക്കുന്നുണ്ട്. 1-2 ആൾക്കാരൊക്കെ ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. കിഡ്സിന് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കങ്ങ് ദൂരെ വുഡി ബേ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് നല്ല ദൂരത്തിലാണ്. ഞാനിങ്ങനെ നടന്ന് ടയേർഡായപ്പോൾ ഞാനൊരു ബബിൾ ടീ ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കുടിച്ച് ഞാനിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇത് വേൾഡ് വാർ ടൈമിലുണ്ടായിരുന്ന സോൾജേഴ്സിനെ എന്തോ ഓർമ്മിപ്പിക്കുന്ന അവരുടെ കല്ലറകളാണോ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഫൈനലി ഞാൻ ലോട്ടസ് വോക്ക് വേയിലെത്തി. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല സ്റ്റീപ്പാണ്. റൈറ്റ് സൈഡിൽ കടലാണ്. അത് കാരണം നമ്മൾ കുറേ നേരം അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും. പക്ഷേ ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സേഫാണ്. ഇവിടെ മേലെ എത്തിക്കഴിയുമ്പം ഉള്ള വ്യൂ നല്ല രസമാണ്. ആൻഡ് ക്യാൻ യു ബിലീവ് ദിസ്, ഇതിവിടെ ഒരു 7:30 ആണ്. സമ്മർ ആയതുകൊണ്ട് ഇവിടെ സൺസെറ്റ് ഭയങ്കര ലേറ്റായിട്ടാണ്. ഞാൻ ആ അറ്റത്തുനിന്നാണ് കേട്ടോ നടന്നു വന്നത്. മേലെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഏരിയ അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രവേശനമൊന്നുമില്ല. സോ ഞാൻ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡേഞ്ചർ ബോർഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ബിക്കോസ് അവിടെ ഹാൻഡ് റെയിൽസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ അവിടുത്തെ ടെറൈൻ ഭയങ്കര സ്ലോപ്പാണ്. സോ കടലാണല്ലോ, നമ്മൾ ശ്രദ്ധിക്കണം. സോ ഫൈനലി ഞാൻ നടന്ന് താഴെ എത്തി. ഒരു 8:30 ആയപ്പം ബീച്ചിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോഴും വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. പതുക്കെ ഇവിടെയുള്ള സ്ട്രീറ്റുകളിലൊക്കെ ആൾക്കാർ കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്ട്രീറ്റ്സിൽ ലൈറ്റൊക്കെ ഇട്ടപ്പം വേറൊരു രസവും ഇതിന് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഞാനും പതുക്കെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് തിരിച്ചു പോകാനുള്ള ബസ് വന്നു. എൻ്റെ ബസ്സിൽ ഞാനും ആ ഡ്രൈവർ ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നടന്ന ആ സ്ട്രീറ്റൊക്കെയാണ് ഈ കാണുന്നത്. ഒരു 15 minutes ഒക്കെ എത്തുമ്പം എൻ്റെ സ്റ്റോപ്പ് എത്തും. എൻ്റെ സ്റ്റോപ്പ് എത്തി. ആൻഡ് ഫൈനലി എൻ്റെ വീടെത്തി. ഓക്കെ ഗൈസ്, ബൈ ബൈ.